മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപൂരം. ഉടൻ സന്ദർശിക്കൂ മലബാർ ഡിജിറ്റൽ. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. ദുർഗന്ധമകന്നു. വടക്കാഞ്ചേരി പുഴ ശുദ്ധമായി. ജനനിയുടെ ഇടപെടൽ ഫലം കണ്ടു. വടക്കാഞ്ചേരി ടെലിഫോൺ എക്സ്ചേഞ്ച് പരിസരത്ത് നഗരത്തിലെ അഴുക്കുചാൽ പുഴയിലേക്ക് ചേരുന്ന ചാലിപ്പാടം ചിറയിൽ കെട്ടിക്കിടന്ന മലിനജലത്തിൽ ബ്ലീച്ചിംഗ് പൗഡറിട്ട് പുഴ ശുദ്ധീകരിച്ചു. ദുർഗന്ധമാകുന്ന പുഴ ഇപ്പോൾ പഴയ രീതിയിലേക്ക് തിരിച്ചെത്തുകയാണ്. പ്രദേശവാസികൾക്ക് വലിയ ആരോഗ്യ ഭീഷണിയായിരുന്ന മലിനജലം ശുചീകരിച്ചതോടെ ജനങ്ങൾ ആശ്വാസത്തിലാണ്. സാംക്രമിക രോഗങ്ങൾ പടർത്തുന്ന രോഗാണുക്കളുടെ കേന്ദ്രമായി മാറിയിരുന്ന ചാലിപ്പാടം ചിറ ഇപ്പോൾ സുരക്ഷിതമായിരിക്കുന്നു. ചിറയുടെ ഇരുവശവും ജനവാസ മേഖലയായതിനാൽ പ്രദേശവാസികൾ വലിയ ആശ്വാസമാണ് ഉണ്ടായിരിക്കുന്നത്. മൂക്കുപൊത്താതെ കാൽനട യാത്രികർക്ക് പോലും തോട് മുറിച്ചു കടക്കാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഈ മാസം 15 മുതൽ വാഴാനി ഡാമിൽ നിന്ന് കനാലിലൂടെയും പുഴയിലൂടെയും കുടിവെള്ളം ഒഴുക്കിവിടാനിരിക്കുകയാണ്. കനാലിലൂടെ വെള്ളം ഒഴുക്കിയാൽ തന്നെ ചോർച്ച കാരണം വെള്ളം പുഴയിലേക്ക് എത്തുകയും ചാലിപ്പാടത്ത് കെട്ടിക്കിടക്കുന്ന മലിനജലം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് പുഴയോരത്തെ കിണറുകളിലെ വെള്ളം മലിനമാക്കുകയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമായിരുന്നു. ഈ സാഹചര്യത്തിൽ ജനനി പ്രവർത്തകർ മലിനമായ പുഴയിൽ ബ്ലീച്ചിംഗ് പൗഡർ വിതറി പുഴ ശുദ്ധീകരണം നടത്തി. അടിയന്തരമായി വടക്കാഞ്ചേരി നഗരസഭ ഇടപെട്ട് ചാലിപ്പാടം ചിറയിലെ മലിനജലം പൂർണ്ണമായും നീക്കം ചെയ്ത് ബ്ലീച്ചിംഗ് പൗഡർ ഉപയോഗിച്ച് പുഴ ശുദ്ധീകരിക്കണമെന്ന് പരിസ്ഥിതി സംഘടനയായ ജനനി ആവശ്യപ്പെട്ടു. പുഴയിലേക്ക് മലിനജലം ഒഴുക്കുന്നവരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ ആവശ്യപ്പെട്ടു. വടക്കാഞ്ചേരി പുഴയുടെ ചാലിപ്പാടം ചിറയുടെ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഒഴുകി വരുന്ന മാലിന്യങ്ങൾ കൊണ്ട് ഈ പ്രദേശം, ഈ പുഴയുടെ വശം മുഴുവനും വൃത്തിഹീനമായി കിടക്കുകയാണ്. മൂക്കുപൊത്താതെ നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണുള്ളത്. ഈ വെള്ളത്തിലേക്ക്, ഈ അഴുക്ക് വെള്ളത്തിലേക്ക് ഇപ്പോൾ ഡാം തുറക്കുമ്പോൾ 15-ാം തീയതി വാഴാനി ഡാം തുറക്കുമ്പോൾ പ്രസ്തുത വെള്ളം കൂടി ഇതിലേക്ക് വന്ന് ഈ അടുത്തുള്ള കിണറുകളിലേക്കൊക്കെ വ്യാപരിക്കുന്നത് ഈ അഴുക്ക് വെള്ളമായിരിക്കും. അഴുക്ക് കലർന്ന വെള്ളമായിരിക്കും. എല്ലാ ജനങ്ങൾക്കും ഇവിടെ വയറ്റിലസുഖവും മറ്റും ഉണ്ടാകുന്നതിന് വളരെയേറെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് ആവുന്നത് വിധം ഈ കിണറ്റിലേക്ക് പോകുന്ന വെള്ളം ക്ലീൻ ആവുന്നതിന് വേണ്ടി ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ച് ഈ അഴുക്കായി കിടക്കുന്ന പ്രദേശത്ത് മുഴുവനും ഞങ്ങൾക്ക് ആവുന്ന വിധം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് മറ്റ് മുനിസിപ്പാലിറ്റിയും അതുപോലെയുള്ള നേതാക്കളും ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇത് ക്ലീനായതിനു ശേഷം മാത്രം പുഴയിൽ വെള്ളം വരുന്നതിന് വേണ്ടി, ഡാമിലെ വെള്ളം വരുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകണമെന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ജയ് ഹിന്ദ്. BCV ന്യൂസ്, വടക്കാഞ്ചേരി. You are watching VCV News.